ശ്രീ റോണി കെ ബേബി, നോക്കൂ, ആദ്യ വിമർശനങ്ങൾ ഉയരുന്നത് കോൺഗ്രസിന് നേരെയാണ്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെ എതിരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹമാണ് BJP ഓഫീസ് ആക്രമണത്തിനുൾപ്പെടെ നേതൃത്വം നൽകിയത് എന്നതാണ് കണ്ടെത്തുന്നത്. അദ്ദേഹം ആയുധങ്ങളുമായി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരുന്നു. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ചില ഇന്റർവ്യൂവിൽ അദ്ദേഹം നൽകിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് കോൺഗ്രസിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് BJP ഈ വിഷയത്തിൽ. ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അന്തർദേശീയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉണ്ട്, ഡീപ് സ്റ്റേറ്റ് അല്ലെ ലിഥിയം നിക്ഷേപം തുടങ്ങിയ പല കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പക്ഷെ അവിടുത്തെ യഥാർത്ഥ വിഷയത്തിലേക്ക് അദ്ദേഹം ഒരു വരി പോലും പരാമർശിച്ചില്ല എന്നതിനകത്ത് എനിക്ക് വിഷമമുണ്ട്. അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? അവിടെ 2019 കേന്ദ്ര സർക്കാർ ജമ്മു ആൻഡ് കാശ്മീരിനെ അത് വിഭജിച്ച് ലഡാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രഭരണ പ്രദേശമാക്കി. ലഡാക്കിലെ ജനങ്ങള് ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു ആവശ്യമായിരുന്നു ഞങ്ങളെ കേന്ദ്രഭരണ പ്രദേശമാക്കണം. 1989 ഇതിനു മുമ്പ് ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു സമരം അവിടെ അരങ്ങേറി. അന്ന് പോലീസ് വെടിവയ്പിൽ 2 പേര് കൊല്ലപ്പെട്ടു. അന്ന് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്രഭരണ പ്രദേശം ഞങ്ങൾക്ക് നൽകണം, അല്ല യൂണിയൻ ടെറിട്ടറി സ്റ്റാറ്റസ് ഞങ്ങൾക്ക് നൽകണമെന്നായിരുന്നു. 2019 കേന്ദ്ര സർക്കാർ അത് നൽകി. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ 6 വർഷം ലഡാക്കിലെ ജനങ്ങൾ, അത് വലിയ ലക്ഷക്കണക്കിന് ജനപ്രദേശം അല്ലെങ്കിൽ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമൊന്നുമില്ല. അവിടെ ആകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 3,10,000 മാത്രമേ ഉള്ളൂ. ലേയിലും അതുപോലെ തന്നെ കാർഗിലും 2 ജില്ലകളായിട്ടുള്ള. അപ്പം അവിടുത്തെ ചെറുപ്പക്കാരെ അവര് ആവശ്യങ്ങള്, അവരുടെ പ്രതീക്ഷകള് നിറവേറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. അവിടുത്തെ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ നിരക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. 33% ലഡാക്കിലെ ഇപ്പോഴത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. അതിൽ 26% എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് അൺഎംപ്ലോയ്മെന്റ് ആണ്, ബിരുദധാരികളായിട്ടുള്ള തൊഴിലില്ലാത്തവരുടെ. ആരാണ് അവർക്ക് ജോലി നൽകേണ്ടത്? അവിടെ ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാവണം. ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം ഉണ്ടായതിനു ശേഷം, രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 2019 ശേഷം ഇതുവരെ അവിടെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതുവരെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 6 വർഷമായി അവിടെ ഒരു നിയമനം പോലും നടത്തപ്പെട്ടിട്ടില്ല. 5000-ഓളം ഒഴിവുകൾ ഇപ്പോൾ അവിടെയുണ്ട്. അതിൽ 1000 വേക്കൻസികൾ എന്ന് പറയുന്നത് ഗസറ്റഡ് റാങ്കിലുള്ള ആളുകളാണ്. മറ്റൊരു കാര്യം കൂടി, അവിടെ ജോലിയിൽ പ്രവേശിക്കാനുള്ള അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. കഴിഞ്ഞ 6 വർഷമായി അവിടെ PSC വഴി ഒരു നിയമനവും നടക്കാത്തത് കൊണ്ട്, അതും അപ്പർ ഏജ് ലിമിറ്റ് കൂട്ടാത്തത് കൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ വലിയ നിരാശയിലാണ്. അവിടെ ആകെയുള്ള 2 തൊഴിൽ സാധ്യതകൾ ഈ ലഡാക്കില്, ഒന്ന് കൃഷിയും 2 എന്ന് പറയുന്നത് ടൂറിസവുമാണ്. പക്ഷെ നമുക്കറിയാം അതിന് ഒട്ടും അത് പ്രോസ്പെറസ് അല്ല. ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് അവിടുത്തെ പബ്ലിക് സർവീസ് ആണ്. അപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ എന്ന് പറയുന്നത് വലിയ നിരാശയിലാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അവിടേക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ 2024-25 ബജറ്റിൽ ഏകദേശം 5800-ഓളം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അവിടേക്ക് അനുവദിച്ചത്. പക്ഷെ അതിൽ 60% മാത്രമേ അവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ ദീർഘകാലമായി ഇത് എന്ന് പറയുന്നത് ഇന്നലെയോ അല്ലെങ്കിൽ മറ്റന്നാളോ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭമല്ല. അവർ ദീർഘകാലമായി അവിടെ വലിയ പ്രക്ഷോഭത്തില്ല. അവർ ആവശ്യപ്പെടുന്ന 4 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് അവർക്ക് യൂണിയൻ സ്റ്റേറ്റ് കൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാന പദവി നൽകണം. 2, ഭരണഘടനയുടെ 6ാം പട്ടികയിലുള്ള സ്റ്റാറ്റസ് നൽകണം. കാരണം ഇന്ത്യയിലെ പല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അതുപോലെ ഒരു സ്റ്റാറ്റസ്, കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് അവിടെ ജോലി നേടാൻ കഴിയില്ല, അവിടെ തൊഴിലെടുക്കാൻ കഴിയില്ല, ഇവിടെ സ്ഥിരതാമസമാക്കാൻ കഴിയില്ല. അങ്ങനെ വരുന്ന പട്ടികവർഗ സ്റ്റാറ്റസ് നൽകുന്ന ഭരണഘടനയുടെ 6ാം പട്ടിക സ്റ്റാറ്റസ് നൽകണം. 3, ഇപ്പോൾ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉള്ളത്. ഒന്ന് പിന്നെ ഈ ലഡാക്കിന് മുഴുവനും വേണ്ടി ഇത് 2 ആക്കണം. ഒന്ന് ലേക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി. 2 നമ്മുടെ ഈ പറയുന്ന ഈ മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള കാർഗിലിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. 4ാമത്തേതാണ് അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറച്ചുകൊണ്ടുവരണം. ഈ 4 ആവശ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലമായി ഒരു പ്രക്ഷോഭം നടന്നു വരിക. ഇതിനു മുമ്പ് ഏപ്രിൽ മാസത്തില് കേന്ദ്ര സർക്കാർ അവരുമായി ചർച്ച നടത്തി. അതിനുവേണ്ടി അന്ന് പ്രത്യേക വിമാനം അയച്ചു കൊടുത്തു ഈ സമരസമിതിയുടെ നേതാക്കൾക്ക് വേണ്ടി. അതൊരു ജോയിന്റ് സമിതിയാണ്. നമ്മൾ ഓർത്തോണം, ലേ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷ പ്രദേശമാണ്, കാർഗിൽ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. പക്ഷെ അവർ 2 പേരും കൂടെ ഇപ്പോൾ ഒന്നിച്ചുകൊണ്ട് ഒരു ജോയിന്റ് അജിറ്റേഷൻ കൗൺസിൽ അവർ ഉണ്ടാക്കിയിരിക്കുക. അവർക്ക് വേണ്ടി ഏപ്രിൽ മാസത്തിൽ പ്രത്യേക വിമാനം അയച്ചു കൊടുത്തു കേന്ദ്ര സർക്കാർ. ചർച്ച നടത്തി. ആ ചർച്ചയിൽ അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഈ യൂണിയൻ ടെറിട്ടറി സ്റ്റാറ്റസ് കൊടുത്തത് തെറ്റായ തീരുമാനമായി പോയി എന്ന് അന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു. കാരണം അവര്
പ്രശ്നം എന്താ? കാരണം നമുക്കറിയാം വലിയ തരത്തില് സാംസ്കാരിക തനിമയുള്ള പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. അവരുടെ ബുദ്ധിസ്റ്റ് സംസ്കാരം, കൾച്ചർ അങ്ങനെയെല്ലാം വെച്ച് ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കുന്ന അവരുടേതായിട്ടുള്ള ഒരു സാംസ്കാരിക തനിമയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള കീഴിൽ വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നത് നിങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറി സ്റ്റാറ്റസ് തന്നത് തെറ്റായി പോയി, നിങ്ങൾക്ക് അടിയന്തരമായി തന്നെ സ്റ്റേറ്റ്മെന്റ് നൽകേണ്ടതാണ്. പക്ഷേ അതിനുശേഷം കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകൾ മുന്നോട്ട് പോയില്ല. ഇവര് 35 ദിവസമായി ഇവിടെ സമരമാണ്. ഇവിടെ പറഞ്ഞതുപോലെ സ്ഥാനം വാങ്ങിച്ചു അദ്ദേഹം 15 ദിവസമായി ഇവിടെ നിരാഹാരം നടത്തുന്നു. അവിടെ ജനങ്ങൾ വളരെ അസ്വസ്ഥതയിലാണ്. കാരണം കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി വരുന്നില്ല, യാതൊരു തരത്തിലുള്ള ഈ ചർച്ചകൾ ചെയ്യുവാനായിട്ട് അവിടെ തയ്യാറാകുന്നില്ല, ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന ഒരു ജൈവികമായിട്ടുള്ള ഒരു ഒരു ഡെവലപ്മെന്റ് മാത്രമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അല്ല നമ്മൾ അതിനെ ഒരു ജൻസി ആണെന്നോ അല്ലെ അന്തർദേശീയ രംഗത്തെ ഇടപെടലാണെന്നോ ഇപ്പൊ നമ്മുടെ ലിഥിയം നിക്ഷേപം, ലിഥിയം പോലുള്ള ഏറ്റവും വിലപ്പെട്ട ധാതു നിക്ഷേപങ്ങൾ ഇത് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയിൽ വരുന്നത്. അതൊന്നും സംസ്ഥാനമായിട്ട് ഒരു ബന്ധവുമില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിന് കീഴിലോ ഇവൻ ലഡാക്ക് നാളെ ഒരു സംസ്ഥാനമായി മാറിയാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതല്ല. ഇതുപോലെ വിലപ്പെട്ട റയർ ആയിട്ടുള്ള നാച്ചുറൽ ഇതുപോലെയുള്ള നിക്ഷേപങ്ങൾ, ധാതു നിക്ഷേപങ്ങൾ, അതിന്റെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ നമ്മളിതിന്റെ അന്തർദേശീയ ബന്ധമൊന്നും ആരോപിക്കുന്നതിനകത്തോ അല്ലെ കോൺഗ്രസ് അതിനകത്ത് നിന്നോ, കാരണം അവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ്, ഇവിടെ ഈ ലഡാക്ക് ഓട്ടോണമസ് കൗൺസിൽ ഭരിക്കുന്ന BJP ആണ്. അവർക്ക് അവിടെ 16 സീറ്റുണ്ട്, കോൺഗ്രസിന് 9 സീറ്റുണ്ട്. കോൺഗ്രസിൽ ഈ പറയുന്ന ഇത്രമാത്രം വലിയ സ്വാധീനമുള്ള സ്ഥലമൊന്നുമല്ല. ഇവിടുത്തെ ലോക്സഭാ MP പോലും ഒരു ഇൻഡിപെൻഡന്റ് ആണ്, ഒരു സ്വതന്ത്രനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ അവിടുത്തെ കൗൺസിൽ വളരെ ആക്റ്റീവായിട്ട് വന്നത്? കാരണം അദ്ദേഹത്തിന്റെ പ്രദേശത്ത് നിന്നും അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്നുള്ള 2 പേരെയാണ് അവരവിടെ നിരാഹാരം അന്വേഷിച്ചുകൊണ്ടിരുന്ന അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ആശുപത്രിയിലാക്കി. അപ്പോൾ അതിൽ അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ ഗ്രാമവാസികളായ 2 പേരെ അറസ്റ്റ് ചെയ്ത്. അപ്പോൾ അല്ലാതെ അത് ഒരു കൗൺസിലറായിട്ട് അത് പങ്കെടുത്തു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു, ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ പങ്കെടുത്തു. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനെ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ മൂവ്മെന്റ് ആണെന്നോ കോൺഗ്രസ് വെച്ച സമരമാണെന്നോ കോൺഗ്രസ് ചെയ്ത സമരമാണെന്നോ ഒക്കെ ആരോപിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രേതം ഒക്കെ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സ്ഥാനം വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം പ്രകോപിതരായ ചെറുപ്പക്കാര് ഇവർ തെരുവിലേക്ക് ഇറങ്ങി നടത്തിയ ഒരു പ്രക്ഷോഭമാണ് എന്ന് വളരെ കൃത്യത്തിന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മളിതിനെ രാഷ്ട്രീയമായി ചർച്ച ചെയ്തതിന് പകരം യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.